നമ്മൾ ITR ഫോംസിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെ ഒരു എപ്പോഴാണ് ഇത് ഫയൽ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഒരു ഡെഡ് ലൈൻസിനെ പറ്റി, അതിപ്പം ഇൻഡിവിജ്വൽസ് ആയിക്കോട്ടെ ഫേംസ് ആയിക്കോട്ടെ, ഇതിൻ്റെ ഒരു ഡെഡ് ലൈൻ എങ്ങനെയാണ് വരുന്നത് യൂഷ്വലി എല്ലാ അസസ്മെൻറ്റ് ഇയറിൽ? അതായത് ഞാൻ ഈ ഡ്യൂ ഡേറ്റ്സിനെ പെട്ടെന്ന് തന്നെ രണ്ട് തരത്തിൽ തിരിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഒരു ഇൻഡിവിജ്വൽസ് HUF അല്ലെങ്കിൽ AOP BOI ഡസ് നോട്ട് റിക്വയർ ഓഡിറ്റിംഗ് റിക്വയർ ചെയ്യാൻ ആവശ്യം വരുന്നില്ലെങ്കിൽ അല്ലാത്ത സ്ഥിതിയിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്തതിന് ശേഷം സക്സീഡിങ് ഇയറിലെ ഫിനാൻഷ്യൽ ഇയറിലെ 31 ജൂലൈ ആണ് ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. ഇനിയും ഏതെങ്കിലും ബിസിനസ് റിക്വയറിങ് ഓഡിറ്റ്, അതായത് ഓഡിറ്റ് ലിമിറ്റ്, അത് വേറൊരു ടോപ്പിക്ക് തന്നെയാണ്. ഓഡിറ്റ് റിക്കവർ ചെയ്യുന്ന കേസസ് ആണെങ്കിൽ 31 ഒക്ടോബർ ആണ് ഈ ഫിനാൻഷ്യൽ ഇയറെ സംബന്ധിച്ചിടത്തോളം 31 ഒക്ടോബർ ആണ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റ്സ്. ഈ ഡ്യൂ ഡേറ്റ്സുകൾ ചില കേസസിൽ ചേഞ്ചുകൾ ഉണ്ടാകാം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുകൾ എക്സ്റ്റൻഷൻ അതനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ആക്റ്റിൽ പറയുന്ന ഡേറ്റുകൾ, ഡ്യൂ ഡേറ്റ്സുകൾ സക്സീഡിങ് 31 ജൂലൈയും ഒക്ടോബറുമായിട്ടാണ് റിട്ടേൺ ഫയലിംഗ് ആവശ്യമായിട്ട് വരുന്നത്.